നമുക്കറിയാം ഈ നൈജീരിയയുടെ കാര്യം എടുക്കുമ്പോൾ ഈ ഫുലാനി അടക്കമുള്ള ആളുകൾ പണ്ട് മുതലേ ഒരു രീതിയിൽ പറഞ്ഞൊരു ബണ്ടിറ്റ് എന്ന് വെച്ചാൽ കൊള്ള ചെയ്യുന്ന കന്നുകാലികളെല്ലാം കൊള്ള ചെയ്യുന്ന ഒരു ചരിത്രമായിരുന്നു അവർക്ക്. അവരെ എന്ത് ചെയ്തു? ഇവർ റാഡിക്കലൈസ് ചെയ്തു. ഈ മിലിറ്റൻറ്റിനെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞ പോലെ അവരെ റാഡിക്കലൈസ് ചെയ്ത് ആണ് ഈ കോലത്തിലേക്ക് എത്തിച്ചത്, ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയുന്ന ഭാഗത്തിൽ. കാരണം നമുക്ക് ആ ഏകദേശം നോർത്തേൺ ഭാഗങ്ങളിലുള്ള നൈജീരിയയുടെ നോർത്തേൺ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ തീവ്രവാദ പ്രസ്ഥാനമെല്ലാം ഉള്ളത്. ഈ ബോക്കോ ഹറാമോ ഫുലാനിയെല്ലാം തീവ്രവാദികളെല്ലാം ഉള്ളത് നോർത്തേൺ ഭാഗങ്ങളിലാണ്. ഈ നോർത്തേൺ ഭാഗങ്ങളിൽ 30% താഴെ ആണ് അവിടുത്തെ എഡ്യൂക്കേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അവിടെ മുഴുവൻ ശരിയാ നിയമമാണ് അവിടെ മുഴുവൻ നടപ്പിലാക്കിയേക്കുന്നത്. എന്ന് വെച്ചാൽ അവിടേക്കാണ് പാകിസ്ഥാൻ്റെ ഈ പാകിസ്ഥാനാണ് തീവ്രവാദത്തെ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും നല്ല ഹബ്ബ്. ആ പാകിസ്ഥാൻ അവിടെ പോയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പാകിസ്ഥാനിൽ നിന്ന് പോകാൻ കാരണം അവരുടെ ഈ ഒരു ബേസ് ഉണ്ട്. അത്രയും ബേസ് വേറെ ഒരു രാജ്യത്തിനുമില്ല. പിന്നെ ഇറാനെയാണ് പറയാനുള്ളത്. ഇറാൻ ഇച്ചിരിയും കൂടെ മാന്യതയുള്ള ഒരു തീവ്രവാദത്തെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനോട് ഇച്ചിരിയും കൂടെ മാന്യത ഉണ്ടെന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും പാറ്റേൺ സെയിം ആണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന പവർ ഹൗസ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പഹൽഗാമിൽ തുണി പൊക്കി നോക്കി വെച്ചിട്ട് വെടിവെച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഇത്രയും ഡെപ്ത് ഉണ്ട്. ഇത്രയും ഡെപ്ത് ഉണ്ട്. കാരണം അവനെ ഫോർമേറ്റ് ചെയ്തേക്കുന്ന രീതി എന്ന് പറയുന്നത് അത്ര ഡെപ്തിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അത് ഒരു ഇന്നേറ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് തുണി നോക്കി വെടിവെക്കുക എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ സംഭവിച്ച കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് നമുക്ക് അതിനുള്ളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.